ഇനി നമുക്ക് ഇഷ്തിഗാൽ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഇഷ്തിഗാൽ ജസ്റ്റ് ഇത്ര ഇസ്മ എന്നൊരു സാധനം ഇഷ്തിഗാലിന്റെ കൂടെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. ഇസ്തിഗാൽ എന്ന് പറയുമ്പോൾ ഇസ്മ ഉണ്ടാവും, ഇഷ്തിഗാൽ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? ഇസ്മ ഉണ്ടാവും. ഇസ്മ എവിടെ ഉണ്ടാവും? ഫസ്റ്റ് തന്നെ ഉണ്ടാവും. ഇസ്മ ആദ്യം വരിക, ഇസ്മ ആദ്യം വരിക. അയ്യതഖദ്ദമ ഇസ്മുൻ, ഒരു ഇസ്മ ആദ്യം വരിക. വയതഅഖറ അൻഹു ആമിലുൻ, എന്നിട്ട് ഒരു ആമിൽ പിന്തി വരിക. അയ്യതഖദ്ദമ ഇസ്മുൻ വയതഅഖറ അൻഹു ആമിലുൻ, ആമിൽ അതിന് ശേഷം വരും. ആമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട്. ആമിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിഅലിനെയാണ്. ഫിഅലിന് ശേഷം വരിക. എന്നിട്ടോ ശഗല അനിൽ അമലി ഫീഹി ബിൽ അമലി ഫീ ളമീരിഹി ഔ മുലാബിസിഹി. മുലാബിസ് എന്താന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം. ശഗല അനിൽ അമലി ഫീഹി, എന്നിട്ട് ഈ ഫിഅലിന്, ഇതാണല്ലോ ആമില്, ഈ ആമിലിന് ഇസ്മിൽ അമൽ ചെയ്യാൻ പറ്റാതിരിക്കുക. അതായത് അഅദ്ദന്റെ മഫൂലാണ് ശരിക്കും ജന്നത്ത്. നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഒരു സ്റ്റാൻഡേർഡ് സെന്റൻസിന്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ ഇത് മാറ്റി എഴുതിയാൽ അഅദ്ദല്ലാഹുൽ ജന്നത്ത എന്നല്ലേ ഉണ്ടാവുക. അഅദ്ദല്ലാഹുൽ ജന്നത്ത. കാരണം എന്താണ്? സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ നമുക്കറിയാം. ആദ്യം എന്ത് പറയലാണ്? ആദ്യം ഫിഅല് പറയാ. ഒരു ഫീലിയ ജുംലന്റെ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആദ്യം ഫിഅല്, പിന്നെ അതിന്റെ ഫായില്, പിന്നെ മഫൂല്. ഇവിടെ ഈ മഫൂലായിട്ട് വരേണ്ട ഇസ്മ ആദ്യം തന്നെ വന്നങ്ങ് നിന്നു. ലാസ്റ്റ് വരേണ്ട ആളാ, പക്ഷെ ഫസ്റ്റ് കയറിയങ്ങ് നിന്നു. ആശയത്തിൽ വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആശയത്തിൽ ചില വൈവിധ്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഭാഷ നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പം ഈ ലാസ്റ്റ് വരേണ്ട ആൾ കയറി മുന്നിൽ നിന്നപ്പം ഈ ആയത്തക്ക് ഇവിടെ ആയിരുന്നെങ്കിൽ ആയത്തക്ക് അമൽ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ശേഷമുള്ളതിലേക്ക് അമൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിയമമുണ്ട്, ശേഷമുള്ളതിലേ അമൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ആയിരുന്നു ജന്നത്ത് നിന്നിരുന്നതെങ്കിൽ ആയത്തക്ക് ഡയറക്റ്റ് അതിൽ കൊണ്ടുപോയിട്ട് അമൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ ജന്നത്ത് എവിടെ പോയി നിന്നിരിക്കുന്നത്? ഫ്രണ്ടിലാ കയറി നിന്നിരിക്കുന്നത്. ആയത്തക്ക് അതിലേക്ക് അമൽ ചെയ്യാൻ പറ്റൂല. അതാ പറയുന്നത് ശഗല അനിൽ അമലി ഫീഹി. അഅദ്ദയിൽ അല്ലെങ്കിൽ മുമ്പ് അഅദ്ദല്ല ജന്നത്ത് കേട്ടോ, മുന്തി വന്നിരിക്കുന്ന ഇസ്മിൽ അതിന് അമൽ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ബിൽ അമലി ഫീ ളമീരിഹി എന്ന അതിലേക്ക് മടങ്ങുന്ന ഒരു ളമീറിൽ, അവിടെ നോക്കിയാൽ മതി, കണ്ടോ, അവിടെ കണ്ടോ, ആ അഅദ്ദക്ക് ശേഷം അഅദ്ദ അമൽ ചെയ്തിരിക്കുന്ന എന്തിലേക്കാണ്? ഹാ എന്ന ളമീറിലേക്കാണ്. ഈ ഹാ എന്ന് പറഞ്ഞാൽ ആരാ? അതിനെ തയ്യാറാക്കി ആരെ? സ്വർഗത്തെ തന്നെ. അപ്പൊ ഹാ മടങ്ങുന്ന എങ്ങോട്ടേക്കാണ്? ജന്നത്തിലേക്കാണ്. അപ്പൊ ജന്നത്തിനെ സൂചിപ്പിക്കുന്ന, മുന്തി വന്ന ഇസ്മിനെ സൂചിപ്പിക്കുന്ന ഒരു ളമീറിൽ അത് അമൽ ചെയ്തിരിക്കുന്നു. പറഞ്ഞത് മനസ്സിലായോ? ഇസ്മ ആദ്യം വരിക, ശേഷം ഒരു ആമിൽ വരിക. ആ ആമിൽ മുന്തി വന്ന ഇസ്മിൽ അമൽ ചെയ്യാൻ കഴിയാതെ അതിനുശേഷമുള്ള ളമീറിൽ അമൽ ചെയ്യുകയും ചെയ്യുക. ഈ പരിപാടിക്ക് പറയുന്ന പേരാണ് ഇസ്തിഗാൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയം ഉള്ളൂ കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല. ഒരു ഇസ്മ ആദ്യം വരുന്നു, ശേഷം ഒരു ആമിൽ വരുന്നു. ആ ആമിലിന് മുന്തി വന്ന ഇസ്മിൽ അമൽ ചെയ്യാൻ കഴിയാത്തതിനാൽ അത് അതിലേക്ക് മടങ്ങുന്ന ളമീറിൽ അമൽ ചെയ്യുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഒരു സെന്റൻസ് വന്നാൽ ആ സെന്റൻസിനെ കുറിച്ച് നമ്മൾ പറയും ഇതിൽ ഇസ്തിഗാൽ സംഭവിച്ചിരിക്കുന്നു. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഒന്ന് വ്യത്യാസം ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫീല്, പിന്നെ ഫൈല്, പിന്നെ മഫൂലാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒരു ഇസ്മ അങ്ങോട്ട് കയറി വരും. ആ ഇസ്മിലേക്ക് മടങ്ങുന്ന ളമീറിൽ ശേഷമുള്ള ആമിൽ അമൽ ചെയ്തിട്ടും ഉണ്ടാവും. എന്തുകൊണ്ടാ ശേഷമുള്ള ളമീറിൽ അമൽ ചെയ്യുന്നത്? ശേഷമുള്ളതിലേ ഇതിന് അമൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ജന്നത്താണ് മുന്നിൽ കയറി നിന്നിരിക്കുകയാണ്. അപ്പൊ ഇനി അതിലേക്ക് പോയിട്ട് അമൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ശേഷമുള്ള ളമീറിൽ അമൽ ചെയ്യും. ഇത് ഓർത്തു വെക്കാൻ, സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കുക. ഓർത്തു വെക്കാൻ ഇത്രയേ ഉള്ളൂ. ഇഷ്തിഗാൽ എന്നതിനെ ഇസ്മ എന്നതുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചു വെക്കുക. ഇഷ്തിഗാൽ എന്ന് പറയുമ്പോൾ ഇസ്മ ഫസ്റ്റ് തന്നെ വരും, ഒരു ഇസ്മ മുന്തി വരും, ശേഷം ഒരു ആമിൽ വരും. ആ ആമിൽ അതിലേക്ക് മടങ്ങുന്ന ഏതിലേക്ക്? മുമ്പ് വന്ന ഇസ്മിലേക്ക്, അതിലേക്ക് മടങ്ങുന്ന ളമീറിൽ അമൽ ചെയ്തുകൊണ്ട് ആ മുന്തി വന്ന ഇസ്മിൽ അമൽ ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുന്ന ജുംലകൾക്കാണ് എന്തെന്ന് പറയുന്നത്? ഇഷ്തിഗാൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ മുലാബിസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതെന്താണെന്നുള്ളത് ഈ ഡയറക്റ്റ്, ഇതിപ്പോ ഇതിലേക്ക് ഡയറക്റ്റ് മടങ്ങുന്നതാണ് അല്ലെ, ഈ ളമീർ ജന്നത്തിലേക്ക് ഡയറക്റ്റ് മടങ്ങുന്നതാണ്. എന്നാൽ ചില സമയത്ത് ഈ ആമിൽ അമൽ ചെയ്യുന്ന ളമീർ എന്താവും അറിയോ? ഡയറക്റ്റ് അതിന്റെ മഴമൂലിലേക്കായിരിക്കില്ല മടങ്ങുന്നുണ്ടാവുക, അതുമായി ബന്ധമുള്ള വേറെ എന്തെങ്കിലും ഒന്നിലേക്കായിരിക്കും മടങ്ങുക. അതെന്താന്നുള്ളത്
ഞാൻ അതിൻ്റെ ഉദാഹരണം വരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഇതിൻ്റെ ബാക്കി പറയാം. അപ്പോൾ നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഉദാഹരണങ്ങൾ കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ 1-2 ഉദാഹരണങ്ങളും കൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ. സെയ്ദുൻ റഅയ്തുഹു. അപ്പം സെയ്ദുൻ എന്ന പദം എന്ത് ചെയ്യുന്നു, ആദ്യം വന്നു. സെയ്ദുൻ അല്ലെ, സെയ്ദുൻ എന്ന് പറയുന്നത് ശരിക്ക് റഅയ്തു സെയ്ദൻ എന്നായിരുന്നു അവിടെ വേണ്ടിയിരുന്നത്. എന്താ വേണ്ടിയിരുന്നത്, റഅയ്തു സെയ്ദൻ. അങ്ങനെ പറയുമ്പം റഅയ്തു എന്നുള്ളതിൽ ഫീലും ഫായിലും ഉണ്ട്, സെയ്ദൻ എന്നുള്ളത് അതിന്റെ മഫൂലാണ്. അപ്പൊ ഇവിടെ റഅ എന്ന് പറയുന്ന ആ ഒരു പിന്നെ ഫിഇലാണ് സെയ്ദിൽ അമൽ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഇതൊന്ന് മാറ്റി പിടിച്ചിട്ട് സെയ്ദിനെ ഞാൻ കണ്ടു, ഞാൻ സെയ്ദിനെ കണ്ടു എന്ന് പറയുന്നതിന് പകരം സെയ്ദിനെ ഞാൻ കണ്ടു കേട്ടോ എന്ന് പറയുമ്പോൾ സെയ്ദിനെ ഒന്ന് തക്കീത് ചെയ്യാനാണ് നമ്മൾ സെയ്ദിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായി, റഅയ്തു എന്ന ആ ഫിഇലിന് അതിൻ്റെയും മുന്നിൽ കിടക്കുന്ന മഫൂലിലേക്ക് അമൽ ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യണം, ആ സെയ്ദിലേക്ക് മടങ്ങുന്ന ഒരു ദമീറിനെ ഇതിന്റെ അവസാനത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പൊ റഅയ്തുഹു സെയ്ദൻ റഅയ്തുഹു ഇങ്ങനെയായി മാറി. അപ്പൊ ഇവിടെ ഇസ്മ മുന്തി വന്നു, അതിലേക്ക് മടങ്ങുന്ന ലമീറിൽ അമൽ ചെയ്തുകൊണ്ട് അതിൽ അമൽ ചെയ്യാൻ കഴിയാതെ, അതിൽ എന്ന് പറഞ്ഞാൽ ഇസ്മിൽ അമൽ ചെയ്യാൻ കഴിയാതെ ഒരു ആമിലും വന്നു. ഇസ്മ മുന്തി വന്നു, അതിലേക്ക് മടങ്ങുന്ന ലമീറിൽ അമൽ ചെയ്തുകൊണ്ട് ആ ഇസ്മിൽ അമൽ ചെയ്യാൻ കഴിയാതെ ഒരു ആമിലും വന്നു. നിങ്ങൾ അറബിയിൽ പഠിച്ചാൽ മതി, മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ മലയാളം പറഞ്ഞു എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഒക്കെ അറബിയിൽ എഴുതി, ഉത്തരങ്ങളൊക്കെ എപ്പോഴും അറബിയിൽ തന്നെ എഴുതി ശീലിക്കാം. അപ്പൊ ഇതാണ് എന്ത് നമ്മൾ പറയുന്ന ഇസ്തിഗാല. ഇത് ഇവിടെ നമ്മൾ ഹാ എന്ന ഈ ഉദാഹരണം എടുത്തിരിക്കുന്നത് നെസ്ബ് വരുന്ന ഉദാഹരണമാണ്. ഇത് പിന്നെ നെസ്ബിന്റെ സ്ഥാനത്ത്, അതായത് ആയതിന്റെ മഫൂലാണ് എന്ത് ഇവിടെ ഹാ എന്ന് പറയുന്നത്. ഇനി അത് എന്തായിട്ട് വരാം, പിന്നെ മജ്റൂറായിട്ട് വരാം. ഉദാഹരണത്തിന് സെയ്ദൻ അല്ലെങ്കിൽ സെയ്ദുൻ മറർത്തു ബിഹി, സെയ്ദുൻ മറർത്തു ബിഹി എന്ന് പറയും. അപ്പൊ അത് ജെറിന്റെ അടയാളം, ജെറിന്റെ സ്ഥാനത്താണ് കിടക്കുന്നത്. ലമീർ ജെർ ഇതിന്റെ ജെറിന്റെ ഹർഫാണല്ലോ ലമീറിന്റെ കൂടെ വന്നിരിക്കുന്നത്. ജെറിന്റെ ഒരു ഉദാഹരണമായിട്ട് അത് എടുക്കാം. ഇനി അതേപോലെ തന്നെ ഈ പിന്നെ അഅദ എന്ന് പറയുന്ന അല്ലാത്ത വേറൊരു ഫീല് കൊടുത്താൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഫായിലിനും ഇതേപോലെ. ഇപ്പൊ ഇതിവിടെ അഅദ അള്ളാഹു എന്നുള്ളത് ആ ഫായില് കൃത്യമായിട്ട് അതിന്റെ പൊസിഷനിൽ തന്നെ വന്നതുകൊണ്ട് നമുക്ക് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് എന്ത് ചെയ്യും, ഈ ഫായിലും ഫ്രണ്ട് കയറി നിൽക്കാം. ഫായിൽ ഫ്രണ്ട് കയറി നിൽക്കുമ്പോഴും ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ റഫ്ഇന്റെ ലമീറിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ജസ്റ്റ് അത് സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്ക്. കൂടുതൽ എന്ത് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് മനസ്സിലായിക്കോളും. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ മുത്തഖദ്ദിമായ ഇസ്മ. എന്താ ഈ മുത്തഖദ്ദിമായ ഇസ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇസ്മ എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും എവിടെ ഉണ്ടാവും, നമ്മളെ എന്തിലുണ്ടാവും, ഇസ്തിഗാലിൽ ഉണ്ടാവും. ഒരു മുത്തഖദ്ദിമായ ഇസ്മ. മുമ്പൊരു പരീക്ഷയ്ക്ക് ഈ മുത്തഖദ്ദിം എന്നതിന് പകരം, മുമ്പൊരു പരീക്ഷക്കല്ല, എനിക്ക് തോന്നുന്നു 2024 നടന്ന പരീക്ഷയ്ക്ക് പൊതുപരീക്ഷയിൽ മുത്തഖദ്ദിം എന്നതിന് പകരം സാബിഖ് എന്ന് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. സാബിഖ് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ തീരെ ഇല്ല എന്ന് പറയാൻ പറ്റൂല, പക്ഷെ പാഠത്തിൽ നമ്മൾ അങ്ങനെ കണ്ടതായിട്ട് ഓർക്കത്തില്ല. പക്ഷെ എവിടെ ഉണ്ട്, ആ ബൈത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബൈത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ സാബിഖായ ഇസ്മ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. മുത്തഖദ്ദിമ എന്നതിന്റെ ഒരു പിന്നെ മുത്തറാദിഫ്, അതിന്റെ ഒരു എന്താ പറയാ വേറൊരു വേർഡാണ് സാബിഖ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു സമാന പദമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. അപ്പം ഇസ്മുൽ മുത്തഖദ്ദിം എന്ന് പറയുന്ന സാധനം ഇഷ്തിഗാലിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് വായിക്കേണ്ടത്. ഗ്രാമർ പ്രകാരം ഹർക്കത്തില്ലാതെ കണ്ടാലും നമ്മൾ ഇത് എങ്ങനെയാണ് വായിക്കേണ്ടത്, അതുപോലെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ്. വായന ശരിയായാൽ അർത്ഥം ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിക്കോളും. അത് അറബി അറിയുന്ന ആൾക്കാർക്ക് വായന ശരിയായാൽ മതി, അർത്ഥം അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് കണ്ടെത്തും. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഇനി നമ്മുടെ ചർച്ച മുഴുവനും ഈ മുത്തഖദ്ദിമായ ഇസ്മിനെ കുറിച്ചാണ്. ഈ തുടക്കത്തിൽ വരുന്ന മുന്തി വന്ന ഈ ഇസ്മ ഇങ്ങനെ മുന്തി കയറി വന്നതാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അത് മര്യാദക്ക് ആയത്തിന്റെ ശേഷം വന്നിട്ടുണ്ട്, ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അത് മുന്നിൽ കയറി നിന്നതാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ആ സാധനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നോക്കുക, മുത്തഖദ്ദിമായ ഇസ്മിനെ നമുക്ക് 2 രൂപത്തിൽ വായിക്കാം. 2 രൂപത്തിൽ വായിക്കാന്ന് പറഞ്ഞാൽ, ഒന്ന് ഇങ്ങനെ റഫ് ചെയ്തുകൊണ്ട് വായിക്കാം, രണ്ടാമത്തത് നസ്ബ് ചെയ്തുകൊണ്ടും വായിക്കാം. റഫ് ചെയ്ത് വായിക്കുമ്പോൾ അൽ ജന്നത്തു, നസ്ബ് ചെയ്ത് വായിക്കുമ്പോഴോ അൽ ജന്നത്ത അല്ലെ. റഫ് നസ്ബൊക്കെ എവിടെ വരിക, ഫീലിന്റെ ഇസ്മിന്റെ അല്ലെങ്കിൽ ഏത് പദമായാലും ആ പദത്തിന്റെ അവസാനത്തിലാണ് വരിക. അപ്പം അൽ ജന്നത്തു അൽ ജന്നത്ത. ക്ലിയർ അല്ലേ? ഇങ്ങനെ 2 രൂപത്തിൽ വായിക്കാം. ഇത് വായിക്കാന്ന് പറയുമ്പോൾ തോന്നിയ പോലെ വായിക്കുന്നതൊന്നുമല്ല, അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ 2 രൂപത്തിലും വായിച്ചത്? റഫ് അനുവദനീയമാണ്. അലാ അന്നഹു മുബ്തദഉൻ വൽ ജുംലത്തു ബഅദഹു ഖബറുൻ.
നമ്മൾ റഫ് ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഈ മുന്തി വന്ന ഇസ്മ ഒരു മുബത്തദ ആണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ്. മുബത്തദ ആണെങ്കിൽ അതിന് റഫ് ആയിരിക്കും എന്നാണ് നിയമം. നമുക്ക് അറിയാവുന്ന നിയമമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള നിയമമാണ്. ഒരു പിന്നെ ഇസ്മിയായ ജുംല വന്നാൽ അതിന്റെ ഫ്രണ്ടിൽ ഫസ്റ്റ് വരുന്ന ഇസ്മിനെ നമ്മൾ മുബത്തദ എന്ന് പറയും. ആ മുബത്തദന് എപ്പോഴും എന്താണ്? റഫ് ആണ് നിയമം. അപ്പൊ ഇത് വളരെ കോമൺ ആയിട്ടുള്ള, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇത് മുബത്തദാണ് എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം? റഫ് ചെയ്യാം. ശേഷമുള്ള ജുംല ഖബറുമായിരിക്കും. എന്നാൽ കുറച്ചും കൂടെ നമുക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളത് ഇതിന് നസ്ബ് ചെയ്യൽ അനുവദനീയമാണ് എന്ന് പറയുമ്പോഴാണ്. നസ്ബ് ചെയ്യൽ അനുവദനീയമാണ് എന്ന് പറയുമ്പം നസ്ബ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? നസ്ബ് ചെയ്യാനുള്ള ന്യായം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഇതൊരു മഫൂലിന്റെ സ്ഥാനത്തല്ലേ കിടക്കുന്നത്. അതിനെ തയ്യാറാക്കിയിട്ടുണ്ട്, അതിനെ ഒരുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെയല്ലേ പറയുന്നത്. അതൊരു മഫൂലാണ് അല്ലെ? അതിനെ എന്ന് പറയുമ്പോൾ അതൊരു മഫൂലാണ്. അപ്പൊ മഫൂലിന്റെ സ്ഥാനത്താണ് ഇത് കിടക്കുന്നത്. പക്ഷെ നമുക്ക് പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ ഈ അഴദ ലേറ്റ് ആയി പോയി എത്താൻ ജന്നത്തതിൽ മുന്നേ കയറി നിന്നു. അപ്പൊ ഫിഅല് ലേറ്റ് ആയി പോയി എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇതിൻ്റെതൊന്നുമല്ല, ഇവിടെ ഇതിന്റെ ഫ്രണ്ടില് ഇതേപോലെ ഒരു സാധനം ഉണ്ട് എന്ന് വിചാരിക്കും. വെറുതെ അങ്ങ് വിചാരിക്കും അവിടെ ഉണ്ടായിരുന്നു, അത് കളയപ്പെട്ടത്. ഈ അറബികൾക്ക് കളയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇസ്ലാൽ ഖുർആനിൽ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കളയലൊക്കെ, ഒരുപാട് കാണാനുള്ളതാണ് അറബി ഗ്രാമറിൽ. അപ്പൊ ഇതിവിടെ കളയപ്പെട്ട ഒരു ഫായിലുണ്ട്, ഫിഅലുണ്ട് എന്ന് വിചാരിക്കും. കളയപ്പെട്ട ഒരു ഫീൽ ഇവിടെ ഉണ്ട്. ആ ഫീൽ ഏത് തന്നെ ആയിരിക്കും? ഇതേപോലത്തെ ഒരു ഫീൽ ആയിരിക്കും. ആയത പോലെ തന്നെയുള്ള അർത്ഥത്തിലോ, അതാണ് ലഫ്ളന്നോ മാൻ എന്ന് പറയുന്നത്. ഒന്നുകിൽ അർത്ഥം അല്ലെങ്കിൽ വാക്ക്, ഈ വാക്ക് തന്നെ ഇവിടെ വരാം. അല്ലെങ്കിൽ ഇതിന്റെ തന്നെ അർത്ഥമുള്ള ഹയ്യ, അൻഷ, ഖലഖ എന്നൊക്കെ പറയുന്ന ഒരുപാട് വാക്കുകൾ വേറെ ഉണ്ടാവും. അങ്ങനത്തെ ഏതോ ഒരു വാക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്നും ആ വാക്ക് കളയപ്പെട്ടതാണ് എന്നും അതിന്റെ മഫൂലാണ് ഇത് എന്നും വിചാരിക്കും. അപ്പൊ ഇത് മഫൂലാണെന്ന് വിചാരിച്ചാൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നസ്ബ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ് പറഞ്ഞത്. നസ്ബ് ചെയ്യൽ അനുവദനീയമാണ് മുതഖദ്ദിമായ ഇസ്മിന് സാബിഖായ ഇസ്മിന്. എങ്ങനെ നസ്ബ് ചെയ്യുന്നത്? ന്യായം എന്താണ്? അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഫിഅലിന്റെ മഫൂലാണ് എന്ന് വിചാരിച്ചുകൊണ്ട്. അലഹു മഫൂലു ആമിലിൻ മഹ്ദൂഫിൻ, കളയപ്പെട്ട ഒരു ആമിലിന്റെ മഫൂലാണ്. ആ കളയപ്പെട്ടത് മുവാഫിഖ് ലിൽ മദ്കൂരി ലഫ്ളൻ വ മഅനൻ, പറയപ്പെട്ടിരിക്കുന്ന ഫിഅലിനോട് വാക്കിലോ അർത്ഥത്തിലോ യോജിക്കുന്ന ഒരു കളയപ്പെട്ട ഫിഅലിന്റെ, കളയപ്പെട്ട ആമിലിന്റെ മഫ്ഊലാണ് എന്ന നിലയ്ക്ക് ഇതിന് നസ്ബ് ചെയ്യാം. നസ്ബിന്റെ ഇങ്ങനെ പിന്നെ മഫ്ഊലാവാൻ പറ്റുന്ന പദങ്ങൾക്കാണ് ഈ നസ്ബ് ചെയ്യാൻ പറ്റുള്ളൂ. ഫായിലാവാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് അതുകൊണ്ട് നസ്ബ് ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉദാഹരണം എന്താണ്? നസ്ബ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതിനെ നസ്ബ് ചെയ്ത് വായിക്കാം. എങ്ങനെ നസ്ബ് ചെയ്യുന്നത്? ന്യായം എന്താണ്? അത് മഫ്ഊലു ആമിലിൻ മഹ്ദൂഫിൻ മുവാഫിഖ് ലിൽ മദ്കൂരി ലഫ്ളൻ വ മഅനൻ, പറയപ്പെട്ടിരിക്കുന്ന ഫിഅലിനോട് വാക്കിലോ അർത്ഥത്തിലോ യോജിക്കുന്ന ഒരു കളയപ്പെട്ട ആമിലിന്റെ മഫ്ഊലാണ് എന്ന നിലക്ക് അതിന് നമുക്ക് നസ്ബ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ അഅദ്ദല്ലാഹുൽ ജന്നത അഅദ്ദഹാ ലിൽ മുഅ്മിനീന എന്നൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റും സെന്റൻസ്. അങ്ങനെ നിങ്ങൾ ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ അൽ ജന്നത്തിന്റെ മുമ്പ് ഒരു ഫീല് കളയപ്പെട്ടിരുന്നു എന്ന് സങ്കല്പിക്കും. അങ്ങനെ നമ്മൾ അതിന് നസ്ബ് ചെയ്ത് വായിക്കൽ അനുവദനീയമാണ്. മക്കളെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇഷ്തിഗാൽ എന്ന് പറഞ്ഞ ഒരു ഇസ്മ മുന്നിൽ വരലാണ്, ശേഷം ഒരു ആമിൽ വരും. ആ ഇസ്മിൽ അതിന് അമൽ ചെയ്യാൻ കഴിയില്ല, പകരം അതിലേക്ക് മടങ്ങുന്ന ഒരു ലമീറിൽ അത് അമൽ ചെയ്യും. അപ്പൊ ഇസ്മ മുന്തി വരും, ശേഷം ആമിൽ വരും, അതിലേക്ക് മടങ്ങുന്ന ലമീറിൽ അത് അമൽ ചെയ്യും. ഇതിനാണ് ഇഷ്തിഗാൽ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന സെന്റൻസുകളിൽ മുന്തി വന്ന ഇസ്മിന്, മുതഖദ്ദിമായ ഇസ്മിന് നമുക്ക് രണ്ട് ഇഅ്റാബുകൾ അനുവദനീയമാണ്. ഒന്ന് റഫ്അ ചെയ്യൽ അനുവദനീയമാണ്, മറ്റൊന്ന് അതിന് നസ്ബ് ചെയ്യലും അനുവദനീയമാണ്. റഫ്അ ചെയ്യുന്നത് അത് മുബ്തദ ആണ് എന്ന അർത്ഥത്തിലാണ്, ശേഷമുള്ള ജുംല ഖബറായിട്ട് അത് മുബ്തദ ആണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ അതിനെ റഫ്അ ചെയ്യുന്നത്. നസ്ബ് ചെയ്യുന്നതോ അതിന് മുമ്പ് ഒരു കളയപ്പെട്ട ഫിഅല് ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ്. അപ്പോൾ കളയപ്പെട്ട ഒരു ആമിലിന്റെ മഫ്ഊലാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെ നസ്ബ് ചെയ്യലും അനുവദനീയമാണ്. രണ്ടും അനുവദനീയമാണല്ലോ. ഇനി ഇതിലേതാ നല്ലത്? റഫ്ഉ അനുവദനീയമാണ്, നസ്ബ് അനുവദനീയമാണ്. ഏതാ നല്ലത്? ഏതാ നല്ലത് എന്ന് ചോദിച്ചാല് അത് നമ്മൾ ആ ഫീലിന്റെ, ആ സെന്റൻസിന്റെ ഒരു കണ്ടീഷൻസും കൂടെ നോക്കിയിട്ട് അത് പറയുള്ളൂ. അത് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് എന്താ ചെയ്യുക, നിരുപാധികം ഇന്നതാണ് നല്ലതെന്ന് പറയില്ല. ചില സ്ഥലത്ത് റഫാണ് നല്ലത്, ചില സ്ഥലത്ത് നസ്ബാണ് നല്ലത്, ചില സ്ഥലത്ത് റഫ് നിർബന്ധമാണ്, ചില സ്ഥലത്ത് നസ്ബ് നിർബന്ധം. അങ്ങനെയുണ്ട്. അനുവദനീയാണെന്ന് പറയുമ്പോൾ എപ്പോഴും അനുവദനീയാണെന്നല്ല, ചില സ്ഥലത്ത് നിർബന്ധമുണ്ട്. അത് നമുക്ക് പറയാം. അപ്പോ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇത് നമ്മൾ നസ്ബ് റാജിഹാകുന്ന സ്ഥലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നസ്ബ് റാജിഹാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ നല്ലത് നസ്ബ് ചെയ്യലാണ്.
റഫല്ല. അപ്പൊ ഈ സ്ഥലങ്ങളിൽ ഇനിയും ചിലപ്പം വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാം. ഇനി ഇതിന് ശേഷം ഒരു സ്ലൈഡിലും കൂടെ നമ്മൾ പഠിക്കാനുള്ളത് തന്നെ വരുന്നുണ്ട്. അതല്ലാത്തതും ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസിലൊക്കെ നെസ്ബാണ് നല്ലത്. അല്ലാത്തടത്തൊക്കെ റഫ നല്ലത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അല്ലാത്തടത്തൊക്കെ റഫ നല്ലത്. ഇവിടെ എന്താ നല്ലത്? നെസ്ബാണ് നല്ലത്. എപ്പോഴാ നെസ്ബ് നന്നാവുക? രണ്ടും എല്ലായിടത്തും അനുവദനീയമാണ്. ചില സ്ഥലങ്ങളിൽ വാജിബാണെന്ന് പറയും. അതല്ലാത്തടത്തൊക്കെ എന്താണ്? രണ്ടും അനുവദനീയമാണ്. രണ്ടും അനുവദനീയമാകുന്ന ഘട്ടങ്ങളിൽ ചില സ്ഥലത്ത് നെസ്ബാണ് നല്ലത്. ആ സ്ഥലങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. റഫ് നല്ലതാകുന്ന എവിടെയാന്ന് ചോദിച്ചിട്ടില്ല, പഠിക്കാനില്ല, നമുക്ക് പാഠത്തിലില്ല. ബാക്കി എല്ലായിടത്തും റഫാന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നെസ്ബ് നന്നാകുന്നത് എവിടെയാണ്? ഒന്ന്, നമ്മൾ ഈ പറയുന്ന സെന്റൻസിൽ എന്തായാലും ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, അല്ലെ? ഒരു മുത്തഖദ്ദിമായ ഇസ്മു വന്നാൽ ശേഷം ആര് വരും? ഒരു ഫീൽ വരും. ആ ഫീലില്, ആ മുത്തഅഖിറായിട്ട് വരുന്ന ഫീലില് ഒന്നുകിൽ അംറാവുക, അല്ലെങ്കിൽ നെഹിയാവുക, അല്ലെങ്കിൽ ദുആ ആവുക. 3 കണ്ടീഷനാണ് ശരിക്കും. പക്ഷെ ഒറ്റ സെന്റൻസ് ആയിട്ട്, ഒറ്റ കണ്ടീഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ശേഷം വന്നിരിക്കുന്ന ഫിഅല് അംറോ നെഹിയോ ദുആഓ ആണെങ്കിൽ അവിടെ നല്ലത് ഏതാണ്? നസ്ബ് ചെയ്യലാണ് നല്ലത്. നോക്കിയേ, ഈ 3 സെന്റൻസ് ഇസ്തിഖാലുള്ള സെന്റൻസ് അല്ലേ? അത് ആദ്യം പറ. സൈദൻ അക്രിംഹു. ഒരു മുന്തി വന്ന ഇസ്മുണ്ട്, അതിലേക്ക് അടങ്ങുന്ന പിന്നെ ലമീറിൽ ശേഷമുള്ള ഫീൽ അമൽ ചെയ്തിട്ടുണ്ട്. ഒരു മുന്തി വന്ന ഇസ്മുണ്ട്, അതിലേക്ക് മടങ്ങുന്ന ലമീറിൽ ഫീൽ അമൽ ചെയ്തിട്ടുണ്ട്. മുന്തി വന്ന ഇസ്മുണ്ട്, അതിലേക്ക് മടങ്ങുന്ന ലമീറിൽ ആര് അമൽ ചെയ്തിട്ടുണ്ട്? ശേഷമുള്ള ഫീല് അമൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്താണ്? ഇഷ്തിഖാലുള്ള സെന്റൻസുകളാണ്. ഇഷ്തിഖാലുള്ള ഒരു സെന്റൻസ് എടുത്താൽ ഇതിലൊക്കെ നമ്മൾ സെയ്ദുൻ 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 എന്ന് വായിച്ചുകൂടായിരുന്നോ? സ്റ്റാർട്ടിങ്ങിൽ വരുമ്പം ഒരു ഇസ്മു ഫസ്റ്റിൽ വരുമ്പോൾ മൂത്തത അല്ലേ? അപ്പൊ റഫ് അല്ലേ നല്ലത്? റഫ് ആയിരുന്നു നല്ലത്. പക്ഷേ ഇവിടെ ഈ ഫിഅല് ഒരു അംറാണ്. സെയ്ദിനെ, അവനെ നീ ബഹുമാനിക്ക്. സെയ്ദ് ഉണ്ടല്ലോ, അവനെ നീ തല്ലരുത്. സെയ്ദ് ഉണ്ടല്ലോ, അവന് അള്ളാഹു കരുണ ചെയ്യട്ടെ. ഇത് അംറാണ്, ഇത് നെഹിയാണ്, ഇത് ദുആ ആണ്. ഫിഅല് അംറോ നെഹിയോ ദുആഓ ആണെങ്കിൽ മുത്തഖദ്ദിമായ ഇസ്മിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? നസ്ബ് കൊടുക്കലാ നല്ലത്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഞാൻ നസ്ബ് ഇട്ടിട്ട് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ റഫിട്ട് വായിക്കാമായിരുന്നു. രണ്ടും അനുവദനീയമായിരുന്നു, റഫിട്ട് വായിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ നസ്ബാണ് നല്ലത്. കാരണം എന്താ? ശേഷമുള്ള ഫിഅല് അംറോ നെഹിയോ ദുആഓ ആവുക. വളരെ സിമ്പിളാണ്. മുത്തഖദ്ദിമായ ഇസ്മിൽ നസ്ബ് റാജിഹാകുന്ന സ്ഥലങ്ങൾ, ഒന്നാമത്തത് ഫിഅല് അംറോ നെഹിയോ ദുആഓ ആവുക. മുത്തഅഖിറായി എന്ന ഫിഅല് ശേഷം വരുന്ന ഫിഅല് അംറോ നെഹിയോ ദുആഓ ആവുക. അംറാവുന്നതിന് ഉദാഹരണം സൈദൻ അക്രിംഹു. നെഹിയാകുന്നത് സൈദൻ ലാ തദ്രിബുഹു. ഈ ഫിഅലിനെ അങ്ങ് മാറ്റിയാൽ മതി. അക്രിംഹു എന്നുള്ളത് അംറാണ്, ലാ തദ്രിബുഹു എന്നുള്ളത് എന്താണ്? നെഹിയാണ്. ദുആ ആവുന്നതിന് ഉദാഹരണം സൈദൻ റഹിമഹുല്ലാ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, സൈദിൻ റഹ്മത്ത് ചെയ്യട്ടെ. ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ അല്ലേ? ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തത് ഇസ്മ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഫീലാണ്. കൗനുൽ ഫീലി എന്നുള്ളതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അയ്യക്കൂനൽ ഫീലു എന്നൊക്കെ ആക്കാം, അതൊന്നും പ്രശ്നമില്ല. ഇവിടെ അയ്യക്കൂനൽ ഇസ്മു എന്നുള്ളത് കൗനുൽ ഇസ്മി എന്നൊക്കെ ആക്കാം, അതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ രണ്ടും ഒരുപോലെ വായിച്ചാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ പഠിച്ചോ, ടെക്സ്റ്റിലുള്ളത് പോലെ എഴുതിയെന്നുള്ളൂ. ഇസ്മ മുഖത്തരിനം ബി ആത്തിഫിൻ, ഒരു ആത്തിഫിന്റെ കൂടെ ചേർന്ന് വരിക. മസ്ബൂഖിൻ ബി ജുംലത്തിൻ ഫീലിയ, ഒരു ജുംല ഫീലിയയുടെ ശേഷം വരുന്ന. മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ ഒരു ജുംല ഫീലിയ കൊണ്ട് മുൻകടക്കപ്പെട്ട എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു ജുംല ഫീലിയ വരിക. ഇത് സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ജുംല ഫീലിയ. ഫീലിയ ജുംല എന്ന് പറഞ്ഞാൽ ഫീൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതിനെ ഫീലിയ ജുംല എന്ന് പറയാം. കാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നർത്ഥം. ഫീൽ അല്ലേ? ഫീൽ ഫസ്റ്റ് വന്നാൽ ഫീലിയ ജുംല എന്ന് പറയാം. അപ്പൊ ഒരു ഫീലിയായ ജുംലക്ക് ശേഷം ആത്തിഫ് വരികയും ആ ആത്തിഫിനോട് ചേർന്ന് നമ്മുടെ ഈ മുത്തഖദ്ദിമാകുന്ന ഇസ്മ വരികയും ചെയ്യുക. ഇവിടെ അംറൻ അക്രംതുഹു, ഈ സെന്റൻസ് നമ്മൾ എടുത്തു നോക്കിയാൽ ഇതിൽ ഫസ്റ്റ് വരുന്നത് അംറ് എന്നുള്ള സാധനമാണ്. അക്രംതുഹു എന്നുള്ള ഒരു ഫീൽ ഉണ്ട്. ആ ഹൂ എവിടേക്കാണ് പോകുന്നത്? അംറിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതിന്റെ മഫൂൽ ആവേണ്ടിയിരുന്ന ആളാണ്, പക്ഷെ ഇവിടെ വരാൻ കഴിയാത്തതുകൊണ്ട് അതിലേക്കുള്ള ദമീറിൽ അമൽ ചെയ്തുകൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെന്താണെന്ന് പറയാം? ഒരു ഇഷ്തിഗാലാണെന്ന് പറയാം. ഇഷ്തിഗാലുള്ള ഒരു സെന്റൻസ് ആണ്. ഫിഇലിന് ഇസ്മിൽ അമൽ ചെയ്യാൻ കഴിയുന്നില്ല, ശേഷമുള്ള അതിന്റെ ദമീറിൽ അമൽ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു എന്താണ് ഇസ്തിഗാല സംഭവിച്ച ഒരു സെന്റൻസ് ആണ്. പക്ഷെ ഈ ഇസ്തിഗാല വരുന്ന സെന്റൻസ് വന്നിരിക്കുന്നത് ഒരു ആത്തിഫിന്റെ ശേഷം. എന്താ ആത്തിഫ് എന്ന് പറഞ്ഞാൽ? മുമ്പുള്ള സെന്റൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫുകളാണ്. വാവ് ഉണ്ട്, സുമ്മ ഉണ്ട്, ഫാ ഉണ്ട്, ഔ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളൊക്കെ ആത്തിഫുകളാണ്. അപ്പൊ ഒരു ആത്തിഫ് വന്നിരിക്കുന്നു. ആ ആത്തിഫ് തന്നെ ആരോപ്പര വന്നിരിക്കുന്നത്? അതിന്റെ മുമ്പിൽ ഒരു ജുംല ഫിഅലിയയും ഉണ്ട്. ഫിഅലിയായ ജുംലക്ക് ശേഷം വരുന്ന ആത്തിഫിനോട് ചേർന്ന് ആര് വരിക? മുത്തഖദ്ദിമായ ഇസ്മ വരിക. ഇങ്ങനെ വന്നാൽ ഖാമ സൈദുൻ ഒരു ഫീല ജുംലാണ്. ഒരു ഫീൽ ഒരു ഫായിലൊക്കെ വന്നു കഴിഞ്ഞാണ്. ഇനി അതിന്റെ ചേർന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു
ഇസ്മ പറയുന്നത്. അപ്പം ഫീലും ഫായിലും ഒക്കെ വന്നു കഴിഞ്ഞിട്ടാവുമ്പോൾ നമുക്ക് ഇവിടെ നെസ്ബ് കൊടുക്കല ഒന്നുകൂടി നല്ലത്. അപ്പൊ ഫീലും ഫായിലും ഒക്കെ ഉള്ള ഒരു ഫീലിയായ ജുംല വന്നിട്ട് അതിനുശേഷം ഒരു ആത്തിഫിന്റെ കൂടെ ഈ ഒരു ഇസ്മ വന്നാൽ അവിടെ എന്താ നല്ലത്? നെസ്ബ് കൊടുക്കല നല്ലത്. സംഭവം ഇതാണ് ഇതിന്റെ സെന്റൻസ്, ഇവിടെയാണ് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് കൊടുക്കല നല്ലത്? പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല, അങ്ങനെ മനസ്സിലാക്കാം. ഫീലും ഫായിലുള്ള ഒരു സെന്റൻസ് വന്നതുകൊണ്ട് അതിനോട് ചേർന്നാണ് ഇത് വരുന്നത് എന്നതുകൊണ്ടും ഇവിടെ നമുക്ക് നെസ്ബ് കൊടുക്കലാണ് നല്ലത്. കാര്യം മനസ്സിലായോ? പരീക്ഷയ്ക്ക് പഠിക്കാൻ ഈ സെന്റൻസ് അങ്ങ് പഠിച്ചു നോക്കുക. എന്താ പഠിക്കേണ്ടത്? ഒരു ഫിയലിയായ ജുംലയ്ക്ക് ശേഷം വരുന്ന ആത്തിഫിനോട് ചേർന്നുകൊണ്ട് ഇസ്മ വരിക. ഒന്നാമത് നമ്മൾ പറഞ്ഞത് മുതാഖിറായ ഫിയല് ശേഷം പിന്തി വരുന്ന ഫിയല് അംറോ നഹിയോ ദുആ ആവുക. അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞത് ഒരു ഫിയലിയായ ജുംലയ്ക്ക് ശേഷം വരുന്ന ആത്തിഫിനോട് ചേർന്ന് ഇസ്മ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ മൂന്നാമത്തെ കാര്യം? എന്താ കാര്യം? ഇവിടെ നോക്കി ഞങ്ങള്, ഞാൻ ഈ സാധനം പറഞ്ഞിട്ട് അങ്ങ് പറയാം. ആദ്യം കണ്ടില്ലേ അസൈദൻ എന്നുള്ളത് ഇവിടെ കണ്ടോ? എന്താണ് മാ സെയ്ദൻ എന്നുള്ളത്? ഇത് കൂടുതലും ഫിഇലിൽ പ്രവേശിക്കുന്ന സാധനങ്ങളാണ്. ഏത്? ഇവിടെ പറഞ്ഞ ആ, ഇവിടെ പറഞ്ഞ മാ. ഇപ്പം ഉദാഹരണത്തിന് മാ ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും മാ എവിടെയാ കാണല്? മാ കാണല് മാ അക്കല, മാ ലറബ, മാ ദഹബ, മാ റഅയ്തു ഇങ്ങനെയൊക്കെ പറയുമ്പം ഒരു നെഫി വരാൻ വേണ്ടിയിട്ട്, ഞാനത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ്? നമ്മൾ ഫിയലിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് എന്ത്? മാ എന്ന് പറയുന്നത്. കൂടുതലും ഫിയലിന്റെ കൂടെ അല്ലേ കാണല്? ഈ ആയും അങ്ങനെ തന്നെയാണ്, നമുക്ക് മനസ്സിലായിക്കോളി കേട്ടോ. ആയു എന്താണ്? നമ്മൾ ഫിയലിന്റെ കൂടെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോ ഗാലിബ് 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 എന്ന് പറഞ്ഞാൽ എന്താണ്? അധികവും ഫിഇലിൽ പ്രവേശിക്കാറുള്ള അദാത്തുകൾ എന്ന് പറഞ്ഞാൽ തൽക്കാലം നിങ്ങൾ ഇങ്ങനെയുള്ള മാ പോലത്തെ ഒക്കെ ഹർഫുകൾ ഉണ്ടാവുമല്ലോ, കുറെ ഹർഫുകൾ ഉണ്ടല്ലോ, അതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. മാ, ഇദാ, ഇൻ അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ, കുറെ സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള അദാത്തുകൾ എന്താ പറഞ്ഞത്? അധികവും ഫീലിൽ പ്രവേശിക്കാറുള്ള. അൽ ഗാലിബു അലൈഹ അൻ തദ്ഖുല അൽ അഫ്ആൽ. ഫീലിൽ മാത്രമേ പ്രവേശിക്കുള്ളൂ എന്ന് നമ്മൾ പറയുന്നില്ല. ആ അന്ത സെയ്ദു എന്നൊക്കെ വേണം നമുക്ക് ചോദിക്കാം. പക്ഷെ ആ വറബ്ത സെയ്ദൻ ഇങ്ങനെ ചോദിക്കില്ല. കൂടുതലും ഫിഇലിലാണ് ഈ ആ എന്ത് ചെയ്യാറുള്ളത്? അധികവും വരാറുള്ളത്. അല്ലെങ്കിൽ ഫിഇലിലാണ് ഈ മാ കൂടുതലും വരാറുള്ളത്. ഇങ്ങനെയുള്ള അദാത്തുകൾ ഫിഇലിലാണല്ലോ അത് കൂടുതലും വരുന്നത്. അങ്ങനെയുള്ള അദാത്തുകൾ ഇസ്മിൽ വന്നതായിട്ട് കണ്ടാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമുക്ക് കുറച്ചും കൂടി നല്ലത് എന്താണ്? ഈ മാ കഴിഞ്ഞ ഉടനെ ഈ ഫീൽ കൊണ്ടുവരലായിരുന്നില്ലേ? അല്ലെ? അപ്പോഴല്ലേ ഇതെപ്പോഴും അധികവും ഫീലിൽ വരുന്ന സാധനമല്ലേ ഇത്? എന്ത്? ഈ മാ ഫീലിൽ വരുന്ന സാധനമല്ലേ? അപ്പൊ അതിന്റെ തൊട്ടുടനെ ഒരു ഫീല് പറയലല്ലേ നല്ലത്? അപ്പൊ ഈ ഫീൽ ഇവിടെ വരലായിരുന്നല്ലോ ഒന്നുകൂടി നല്ലത്. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ഇതിന് എന്ത് കൊടുക്കും? നെസ്ബ് കൊടുക്കലാണ് കൂടുതൽ നല്ലത്. കാരണം ഇവിടെ നമുക്ക് ഇതിന് നമ്മൾ നെസ്ബ് കൊടുക്കുമ്പോൾ നമ്മൾ ന്യായം ഇവിടെ ഒരു ഫീല് കളയപ്പെട്ടിട്ടുണ്ടെന്ന്, ആ ഫീല് കളയപ്പെട്ടിട്ടുണ്ടെന്ന് സങ്കല്പിക്കാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയ ഒരു കാരണവും നമുക്ക് കിട്ടി. കാരണം എന്താണ്? ഫീലിൽ വരുന്ന ഫീൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ആര്? ഫീലിന്റെ കൂടെ വരാറുള്ള ഒരു ചങ്ങായിനെ ഇവിടെ കാണാനുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഫീൽ സങ്കല്പിക്കാൻ എളുപ്പമുണ്ട്. ഫീൽ സങ്കല്പിക്കാൻ എളുപ്പമുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്ത് ചെയ്യാതെ നമുക്ക് നല്ലത് എന്താണ്? നെസ്ബ് കൊടുക്കലാണ്. വളരെ ലോജിക്കായിട്ടുള്ള കാര്യമാണ് അല്ലേ? എന്താ പറയുന്നത്? അധികവും ഫീലിൽ പ്രവേശിക്കാറുള്ള ഒരു അദാത്താണ് ഇസ്മിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള സെന്റൻസുകളിലും നമുക്ക് നെസ്ബാണ് നല്ലത്. ആരെ കാര്യം നമ്മൾ പറയുന്ന മക്കളെ? ഈ മുന്നിൽ കയറി നിന്ന് കച്ചറുണ്ടാക്കിയിട്ടുള്ള ഈ ഇസ്മിന്റെ കാര്യം പറയുന്നത്. മര്യാദക്ക് ലറബ്തുവിന്റെ ശേഷം വന്നതാണെങ്കിൽ ഒരു അലമ്പ് ഉണ്ടായിരുന്നില്ല. തിരക്ക് കൂട്ടിയിട്ട് മുന്നിലങ്ങ് കയറി നിന്നപ്പോൾ ഈ ഇസ്മാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഞാനിത് തമാശക്ക് പറയുകയാണേ, ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി പറയുന്നതാണേ, അല്ലാതെ നമുക്ക് ഇസ്മിനോട് യാതൊരു വിരോധവും ഇല്ല, തമാശക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പം ഇതിങ്ങനെ മുന്നിൽ കയറി നിന്നപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ അതിനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതിന്റെ ഇഅ്റാബ് റഫും നെസ്ബും അനുവദനീയമാണ്. പക്ഷെ നെസ്ബ് കൂടുതൽ നല്ലതാകുന്നത് എവിടെയൊക്കെ? ഒന്നെന്തായിരുന്നു? കൗനുൽ ഫിഅലിൽ മുതഅഖിരി അംറൻ ഔ നഹ്യൻ ഔ ദുആൻ. ഫിഅൽ അംറോ നഹ്യോ ദുആവാവുക. രണ്ടാമത്തെ എന്താണ്? കൗനുൽ ഇസ്മി മുഖ്തരിനൻ ബിആതിഫിൻ മസ്ബൂഖിൻ ബിജുംലത്തിൻ ഫിഅലിയത്തിൻ. അല്ലെ? ഒരു ഫിഅലിയായ ജുംലക്ക് ശേഷം വരുന്ന ആതിഫിനോട് ചേർന്നുകൊണ്ട് ആര് വരിക? ഇസ്മ വരിക. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? സാധാരണ അധികവും ഫീലിൽ പ്രവേശിക്കുക. എപ്പോഴും ഫീലിൽ മാത്രം പ്രവേശിക്കുന്നല്ല കേട്ടോ.
എപ്പോൾ ഫീൽ മാത്രം പ്രവേശിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഫീൽ നിർബന്ധമായിട്ട് സങ്കല്പിക്കേണ്ടി വരും. കാരണം അത് ഫീലിലേ വരുള്ളൂ, ഇസ്മിൽ വരൂല. അപ്പൊ പിന്നെ ഇവിടെ ഫീൽ നിർബന്ധമാവും. പക്ഷെ ഇതെന്താണ് സാധാരണ അധികവും അല്ല ഗാലിബു അലൈഹ എന്ന് പറഞ്ഞാൽ അധികവും അതെന്താണ് ഫീലിലാണ് പ്രവേശിക്കാറുള്ളത്. അങ്ങനെയുള്ള ഒരു അദാത്ത് ഇസ്മിന്റെ മുന്നിൽ കടന്നു വരിക. ഓക്കെ, അങ്ങനെ വന്നാലും നമുക്ക് എന്താ നല്ലത്? നസ്ബ് കൊടുക്കലാ നല്ലത്. ആർക്ക് നസ്ബ് കൊടുക്കൽ? മുതഖദ്ദിമായ ഇസ്മിന്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പറയുന്നത് മക്കളെ, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്ന ആൾക്കാർ എന്ത് ചെയ്തെന്നറിയോ? സ്കിപ്പ് ചെയ്ത് പോയിക്കോ, മുഴുവനും കേട്ടിരിക്കൊന്നും വേണ്ട. ഞാൻ ഒരേ കാര്യം തന്നെ 3-4 വട്ടം പറയും ചിലപ്പോൾ. കാരണം എന്താണ്, മനസ്സിലാവാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ അടിച്ചു വിടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ ഒന്ന് 2x ആക്കിയിട്ട് കേട്ടിട്ട് പോവുക കേട്ടോ, വെറുതെ സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നസ്ബുൽ ഇസ്മിൽ മുതഖദ്ദിമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നസ്ബ് നല്ലതായിരുന്നു എന്നാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. 3 കണ്ടീഷൻസിൽ നമ്മൾ നസ്ബ് നല്ലതാണെന്ന് പറഞ്ഞു. 1 ഫീല് അംറോ നഹി ആവുക, 2 ഇസ്മ് ഒരു ഫിഅലിയായ ജുംലക്ക് ശേഷമുള്ള ആത്തിഫിനോട് ചേർന്ന് കൊണ്ടുവരിക. 3ാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? സാധാരണ അധികവും ഫീലിൽ പ്രവേശിക്കുന്ന ഒരു അദാത്ത് ഇസ്മിൽ പ്രവേശിച്ച് കാണുക. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഫീലിൽ മാത്രം പ്രവേശിക്കുന്ന അദാത്താണ് ഇസ്മിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നസ്ബ് നിർബന്ധ. കാരണം അത് ഫീലിൽ മാത്രമല്ലേ പ്രവേശിക്കുള്ളൂ. ഇവിടെ ഈ ഇൻ എന്ന് പറയുന്ന സാധനം ഫീലിൽ മാത്രം പ്രവേശിക്കുന്നതാണ്. ഇതിവിടെ വന്നാൽ ഈ ഇസ്മിൽ വന്നതായിട്ട് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ എന്തായാലും ഫീല് കളയപ്പെട്ടിട്ടുണ്ട്, 100% ഉറപ്പാണ്. കാരണം ഇത് ഫീലിലേ വരുള്ളൂ. നേരത്തെ പറഞ്ഞത് അങ്ങനല്ല, മൂപ്പര് സാധാരണ ഫീലിന്റെ കൂടെ വരാറുണ്ട്, ഇടക്കൊക്കെ വേണമെങ്കിൽ ഇസ്മിന്റെ കൂടെയും വരാം മൂപ്പർക്ക്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ പറഞ്ഞത് ഒരു ചെറിയൊരു ചാൻസ് നിങ്ങൾക്ക് തന്നു, അവിടെ നിങ്ങൾ വേണമെങ്കിൽ റഫ് ചെയ്തോളൂ അവിടെ. കാരണം അവിടെ നസ്ബ് നിർബന്ധമാണ് നമ്മൾ പറയുന്നില്ല, നസ്ബ് നല്ലത്. കാരണം മറ്റേ ചങ്ങനെ എപ്പോഴും നമ്മൾ ഫീലിന്റെ കൂടെ കാണല്. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് ഫീലിൽ മാത്രമേ ഇവൻ വരുള്ളൂ, ഇസ്മിന്റെ കൂടെ ഇവൻ ഒരിക്കലും വരൂല. അപ്പൊ ഇവിടെ എന്താണ്? ഫീല് കളയപ്പെട്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും കളയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് എന്ത് നിർബന്ധമാണ്? നസ്ബ് നിർബന്ധമാണ്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഫിഇലിൽ മാത്രം പ്രവേശിക്കുന്ന ഒരു അദാത്ത് മുന്തി വന്ന ഇസ്മിന്റെ കൂടെ വന്നാൽ ആ ഇസ്മിന് നസ്ബ് നിർബന്ധമാണ്. ക്ലിയർ അല്ലേ? വളരെ എളുപ്പമുള്ളതായതുകൊണ്ട് ഞാൻ അടുത്തയിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മൾ നസ്ബ് നിർബന്ധമാകുന്നതാണ് പറഞ്ഞത്. നസ്ബ് റാജിഹാകുന്ന 3 കണ്ടീഷൻസ് പറഞ്ഞു. നസ്ബ് നിർബന്ധമാകുന്ന കണ്ടീഷൻ എന്താണെന്നും പറഞ്ഞു അല്ലെ? നസ്ബ് നിർബന്ധമാകുന്ന കണ്ടീഷൻ എന്താ? ഫീലിൽ മാത്രം പ്രവേശിക്കുന്ന അദാത്ത് ഇസ്മിൽ പ്രവേശിക്കുക, ഇസ്മിന്റെ മുമ്പിൽ വരിക. എന്നാ നോക്കിക്കോ, ഇപ്പൊ പറഞ്ഞതുപോലെ ഫിഇലിൽ മാത്രം പ്രവേശിക്കുന്ന അദാത്ത് ഇസ്മിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇസ്മിൽ മാത്രം പ്രവേശിക്കുന്ന അദാത്തും ഉണ്ടാവൂലേ? അതും ഉണ്ടാവും. അത് വന്നാലോ എന്താ സംശയം? റഫ് നിർബന്ധമാണ്. കാരണം അവിടെ ഫീൽ സങ്കല്പിക്കാൻ കഴിയില്ല നമുക്ക്. അതിന്റെ ഇടയിൽ നമുക്ക് ഫീൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം ആ സാധനം എപ്പോഴും ഇസ്മിൽ മാത്രമേ വരുള്ളൂ. ഇസ്മിൽ മാത്രം വരിക എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന വേർഡ് വേറൊന്നാണ്, ഖാസത്തും ബിൽ ഇബ്തിദാഅ് എന്നാണ്. മുബ്തദഇന്റെ കൂടെ മാത്രം വരുന്നത്. ഒരു മുബ്തദഇന്റെ കൂടെ മാത്രമേ അത് വരുള്ളൂ. മുബ്തദ എന്ന് പറഞ്ഞ ഇസ്മല്ലേ? മുബ്തദ എപ്പോഴും ഇസ്മല്ലേ അല്ലെ? മുബ്തദ എന്ന് പറയുന്നത് എപ്പോഴും ഇസ്മായിരിക്കും. അപ്പം മുബ്തദ എന്ന് പറയുന്നത് മുബ്തദയിൽ മാത്രം വരുന്നത്, ഇബ്തിദാ കൊണ്ട് പ്രത്യേകമായത്, മുബ്തദയിൽ മാത്രം വരുന്നത്, അങ്ങനെയുള്ള ഒരു അദാത്താണ് ഇസ്മിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എങ്കിൽ അവിടെ നമുക്ക് എന്ത് നിർബന്ധമാണ്? റഫ് നിർബന്ധമാണ്. മക്കളെ, ഇത് ഇവിടെ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ട് നിങ്ങൾ ബേജാറാവണ്ട. ഇതെന്തിനാണ്? ഇത് നമുക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം പറയണം. അതുകൊണ്ട് നമ്മളത് പറഞ്ഞത്. ഇത് വേറൊരു സെന്റൻസ് ആണ്. ഖറജ്തു, ഞാൻ പുറത്തേക്ക് വന്നു, കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. അടുത്ത നമ്മൾ ഇതാ സെന്റൻസ്, ഫഇദാ സൈദുൻ യദ്രിബുഹു അംറുൻ, അപ്പണ്ട് സെയ്ദിനെ അംർ പിടിച്ച് തല്ലുന്നു. ഞാൻ പുറത്തേക്ക് വന്നു, അപ്പം നോക്കുമ്പോണ്ട് സെയ്ദിനെ അംർ തല്ലുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഖറജ്തു എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ്, അതോടെ കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് വന്നു, അതോടെ കഴിഞ്ഞു. പിന്നെ വേറൊരു ഫീലും ഫായിലും ഒക്കെ വന്നാൽ അത് വേറൊരു സെന്റൻസ് ആയി. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക്. നമ്മൾ സെന്റൻസിനെ കണക്കാക്കുന്നത് ഒരു സെന്റൻസ് ആവാൻ വേണ്ട എല്ലാ സാധനങ്ങളും, ഫീല് ഫായിലും മഫൂലൊക്കെ കയ്യിലുണ്ടോ, കഴിഞ്ഞു, സെന്റൻസ് കഴിഞ്ഞു. പിന്നെ അടുത്തത് വേറൊരു ഫീല് ഫായിലും മഫൂലൊക്കെ ഉണ്ട്, വേറൊരു സെന്റൻസ്, അങ്ങനെ കണക്കാക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെന്റൻസ്. ഈ സെന്റൻസിൽ ഫസ്റ്റ് വന്നത് സെയ്ദ് തന്നെയാണ്. ഇതൊക്കെ അദാത്തുകളാണ്, അദാത്തിനൊന്നും നമ്മൾ അങ്ങനെ പരിഗണിക്കൂല. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന സെയ്ദാണ്. സെയ്ദ് എന്ന് പറയുന്നത് ഏത് അദാത്തിന്റെ കൂടെയാണ് വന്നിരിക്കുന്നത്? ഇസ്മിൽ മാത്രം വരുന്ന അദാത്തിന്റെ കൂടെയാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇസ്മിൽ മാത്രം വരുന്ന അദാത്തല്ല ഇത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നസ്ബ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം നസ്ബ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഫീൽ സങ്കല്പിക്കേണ്ടി വരും. ഫീൽ സങ്കല്പിച്ചാൽ ഈ അദാത്ത് പ്രശ്നം ഉണ്ടാക്കും. ഈ അദാത്ത് എപ്പോൾ ഇസ്മിന്റെ കൂടെ വരുള്ളൂ. ഇസ്മിൽ മാത്രം വരുന്ന അദാത്ത്, കുറച്ചും കൂടെ കൃത്യമായിട്ട് ടെക്സ്റ്റിലുള്ളത് പോലെ പറഞ്ഞാൽ മുബ്തദയിനോട് മാത്രം കൂടെ വരുന്ന അദാത്ത്, മുബ്തദയിൽ മാത്രം പ്രവേശിക്കുന്ന അദാത്ത്,
ഇസ്മിന്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നസ്ബ് കൊടുക്കാൻ പറ്റില്ല, റഫേ കൊടുക്കാൻ പറ്റുള്ളൂ. യജിബു റഫ്, അതിന് റഫ് ചെയ്യൽ നിർബന്ധമാണ്. ഈ സെന്റൻസ് ഒന്നും ടെക്സ്റ്റിലില്ല, ഉദാഹരണം മനസ്സിലാവാൻ വേണ്ടി തന്നു എന്നുള്ളൂ. ചിലപ്പോൾ പക്ഷേ പരീക്ഷയ്ക്ക് അഥവാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നാലും നമുക്കത് തിരിച്ചറിയുമാണ്. എല്ലാ സാധനത്തിനും ഉദാഹരണമൊന്നും ചിലപ്പോൾ ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ അമ്ര നഹി ദുആ എന്നൊക്കെ പറഞ്ഞതിനൊന്നും ഉദാഹരണങ്ങളൊന്നും ടെക്സ്റ്റിൽ എല്ലാം ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഖാസത്തുൽ ഇബ്തിദാഇ ഇദൽ ഫുജായിയ എന്ന ഉദാഹരണം തന്നിട്ടുണ്ട്. പക്ഷേ ഇദൽ ഫുജായിയ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന് ഉദാഹരണം തന്നിട്ടില്ല. ആ ഇദൽ ഫുജായിയ എന്ന് പറയുന്ന സാധനമാണ് ഈ കിടക്കുന്നത്. എന്താ ഈ ഫുജായിയ എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് എന്തോ ഒരു സംഭവം പെട്ടെന്ന് അപ്പൊ നോക്കുമ്പോൾ അവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ എന്ന് പറയും അല്ലേ. ഞാൻ എന്തോ ഒരു ശബ്ദം കേട്ടു, പുറത്തു നോക്കുമ്പോൾ ഫൈദ അസദുൻ, നോക്കുമ്പോൾ സിംഹമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ അപ്പ കണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. കണ്ടതെന്നൊന്നല്ല കേട്ടോ, ആ അപ്പോ എന്നുള്ള ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മളെ വിഷയം ഇതാണ്. നമുക്ക് പറയാൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്തോളൂ. ഇഷ്തിഗാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇസ്മ മുന്തി വരലാണ് ഇഷ്തിഗാൽ അല്ലേ. ഇസ്മ മുന്തി വരിക, ശേഷം ഒരു ഫീൽ വരും. ആ ഫീലിന് എന്ത് ചെയ്യാൻ പറ്റൂല? ആ ഇസ്മിൽ അമൽ ചെയ്യാൻ കഴിയില്ല, പകരം അതിലേക്ക് മടങ്ങുന്ന ലമീറിൽ അമൽ ചെയ്യും. ഇതിനാണ് ഇഷ്തിഗാൽ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചത്, ഇഷ്തിഗാലായിട്ട് ഒരു സെന്റൻസ് വന്നാൽ അതിലുള്ള മുത്തഖദ്ദിമായ ഇസ്മിന് 2 ഇഅ്റാബുകൾ കൊടുക്കൽ അനുവദനീയമാണ്. ഒന്നെന്താണ്? ഒന്ന് റഫ് കൊടുക്കാം, മറ്റൊന്നെന്താണ്? നസ്ബും കൊടുക്കാം. റഫ് കൊടുക്കുന്നതിന്റെ ന്യായം അത് മുബ്തദ ആണ് എന്നതാണ്. അല അന്നഹു മുബ്തദഉൻ വൽ ജുംലതു ബഅദഹു ഖബറുൻ. നസ്ബ് കൊടുക്കുന്നതിന്റെ ന്യായം അത് അതിന്റെ മുമ്പ് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അവിടെ കളയപ്പെട്ട ഒരു ആമിലിന്റെ മഹ്ദൂഫായ ഒരു ആമിലിന്റെ മഫൂലാണ് എന്ന നിലക്കാണ്. അല അന്നഹു മഫൂലു ആമിലിൻ മഹ്ദൂഫിൻ. മുവാഫിഖ് ലിൽ മദ്കൂരി ലഫ്സൻ വമാന ഫുള്ളായിട്ട് പഠിക്കേണ്ട ആൾക്കാരും കൂടെ പഠിച്ചു. അപ്പം ഇവിടെ എന്താണ്? റഫും നസ്ബും അനുവദനീയമാണ്. എന്നാൽ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു റഫും നസ്ബും അനുവദനീയമാണെങ്കിലും എന്താണ്? നസ്ബാണ് കൂടുതൽ നല്ലത് ചില സ്ഥലങ്ങളിൽ. ചില സ്ഥലങ്ങളിൽ നല്ലത് നസ്ബാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആരാ നല്ലത്? റഫാ നല്ലത്. അപ്പൊ നസ്ബ് തന്നാകുന്ന സ്ഥലങ്ങൾ എത്രയാണ്? 3 സ്ഥലങ്ങളാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ഒന്നാമത്തത് 3 അംറോ നഹിയോ ദുആഓ ആവുക, ഫിയല് അംറോ നഹിയോ ദുആ ആവുക. രണ്ടാമത്തെ എന്താണ്? ഇസ്മ ഒരു ഫിഅലിയായ ജുംലക്ക് ശേഷം വരുന്ന ആതിഫിന്റെ കൂടെ ചേർന്ന് വരിക. മൂന്നാമത്തത് സാധാരണ അധികവും ഫിഅലിൽ പ്രവേശിക്കാറുള്ള ഒരു അദാത്ത് ഇസ്മിൽ പ്രവേശിക്കുക. ഫിഅലിൽ പ്രവേശിക്കാറുള്ള അദാത്താണ് പ്രവേശിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലായി അവിടെ എന്ത് വേണ്ടി വരും? നസ്ബാണ് വേണ്ടി വരിക. നസ്ബാണ് നല്ലത്. ഇനി നാലാമത് നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് നസ്ബ് നിർബന്ധമാകും. അതെപ്പോഴാണ്? അത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. അധികവും ഫീലിൽ നിന്നല്ല, സ്ഥിരമായ ഫീലിൽ മാത്രം, ഖാസത്തും ബിൽ ഫീലിൽ മാത്രം പ്രവേശിക്കുന്ന ഒരു അദാത്താണ് ഇസ്മിന്റെ മുമ്പിൽ വന്നിരിക്കുന്നതെങ്കിൽ എന്താണ് അവിടെ? നസ്ബ് നിർബന്ധമാണ്. അപ്പൊ അഞ്ചാമത്തെ പോയിന്റ്, റഫ് നിർബന്ധമാകുന്നത് എപ്പോൾ? റഫ് നിർബന്ധമാകുന്നത് ഇബ്തിദായിൽ പ്രത്യേകമായ അല്ലെങ്കിൽ മുബ്തദയിൽ മാത്രം പ്രവേശിക്കുന്ന ഒരു അദാത്ത് ഇസ്മിൽ പ്രവേശിച്ചാൽ അവിടെ എന്താണ്? റഫ് നിർബന്ധമാണ്. ഉദാഹരണം ഇദൽ ഫുജായിയ സെന്റൻസ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ള വിഷയങ്ങൾ. ഇനി ഞാൻ ഈ പാഠം ഒന്ന് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചുകൊണ്ട് അർത്ഥം പറയാം. അതിനുശേഷം അതിൻ്റെ തിരിഭാഗത്ത് പറയാം. ആവശ്യമുള്ള ആൾക്കാർ മാത്രം കേട്ടാൽ മതി. പാഠം വായിച്ചാൽ മനസ്സിലാവുന്നവർ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പാഠം കേട്ടാൽ മനസ്സിലാവുന്നവർ പാഠം വായിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ടെക്സ്റ്റ് ബുക്കിലേക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. അൽ ജന്നത്തു എന്നാണ് പാഠത്തിന്റെ ഹെഡിങ്. സ്വർഗം. അൽ ജന്നത്തു, സ്വർഗം. അഅദ്ദഹല്ലാഹു ലിൽ മുഅ്മിനീന, അതിനെ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അഅദ്ദല്ലാഹു ഫീഹ, അതിൽ അള്ളാഹു തആല തയ്യാറാക്കിയിരിക്കുന്നു. മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്. വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേൾക്കാത്തത്. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെയും മനസ്സിൽ തോന്നിയിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ. സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. ഒരാൾക്കും ആലോചിക്കാനോ കേൾക്കാനോ കാണാനോ കഴിഞ്ഞിട്ടില്ലാത്ത, അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. ഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സും, ഒരാളും അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും, അവർക്ക് വേണ്ടി ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടി ഒളിച്ചു വെച്ചിരിക്കുന്നത്, മിൻ ഖുറത്തി അയ്യുനിൻ, കൺകുളിർമയായി അവർക്ക് വേണ്ടി മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഒരാളും അറിയുകയില്ല. ഫി ഹാദ ദർസി ലഫ്ളുൻ മുലവ്വൻ, ഇതിലൊരു നിറം കൊടുത്ത പദമുണ്ട്. അതേതാണ്? ഹുവൽ ജന്നത്തു, അൽ ജന്നത്തു എന്ന പദമാണ്.
തഅഖറ അൻഹു ആമിലുൻ, അതിനെ തൊട്ട് ഒരു ആമിൽ പിന്തി വന്നിട്ടുണ്ട്. വഹുവ അഅദ്ദ, അത് അഅദ്ദ എന്നതാണ്. ശഗല അനിൽ അമലി ഫീ ദാലിക്കൽ ഇസ്മി, ആ അൽ ജന്നത്തു എന്ന ആ ഇസ്മിൽ അമൽ ചെയ്യുന്നതിൽ നിന്ന് അത് ശുഗലായിരിക്കുന്നു, അമൽ ചെയ്യാൻ പറ്റാതിരിക്കുന്നു. ബിൽ അമലി ഫീ ലമീരിൻ യർജിഉ ഇലൈഹി, അതിലേക്ക് മടങ്ങുന്ന ഒരു ലമീറിൽ അമൽ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ചെയ്യൽ കൊണ്ട്. യുഖാലു ലിഹാദ, ഇങ്ങനെ വരുന്നതിനാണ് പറയപ്പെടുന്നത് അൽ ഇസ്തിഗാൽ, അൽ ഇസ്തിഗാൽ എന്ന് പറയപ്പെടുന്നത്. ഫലിസ്മുൽ മുതഖദ്ദിമു, അപ്പൊ ഇവിടെ മുതഖദ്ദിമായ ഇസ്മ യജൂസു റഫഉഹു, അതിന് റഫ്ഉ ചെയ്യൽ അനുവദനീയമാണ്. അല അന്നഹു മുബ്തദഉൻ, അത് മുബ്തദ ആണ് എന്ന നിലക്ക്. വൽ ജുംലത്തു ബഅദഹു ഖബറുൻ, അതിനുശേഷമുള്ള ജുംല അതിന്റെ ഖബറുമാണ് എന്ന നിലയിൽ അതിന് റഫ്ഉ ചെയ്യൽ അനുവദനീയമാണ്. വ നസ്ബുഹു, അതിന് നസ്ബ് ചെയ്യലും അനുവദനീയമാണ്. വയജൂസു നസ്ബുഹു എന്നാണ് അല്ലെ. അല അന്നഹു മഫ്ഊലു ആമിലിൻ മഹ്ദൂഫിൻ, അതൊരു കളയപ്പെട്ട ആമിലിന്റെ മഫൂലാണ് എന്ന നിലക്ക്. മുവാഫിഖിൻ ലിൽ മദ്കൂരി ലഫ്ളൻ വ മഅനൻ, വാക്കിൽ തന്നെയോ അല്ലെങ്കിൽ അർത്ഥം കൊണ്ടോ അവിടെ പറഞ്ഞിരിക്കുന്ന പദത്തിനോട് യോജിച്ച ഒരു കളയപ്പെട്ട ആമിൽ. അപ്പൊ ആമിലിനെ നമ്മൾ എങ്ങനെയാണ് സങ്കല്പിക്കേണ്ടത്? അവിടെ തന്നിരിക്കുന്നതിനോട് യോജിച്ചതായിട്ട് തന്നെ ആ വാക്ക് തന്നെ സങ്കല്പിക്കാം, അല്ലെങ്കിൽ അതേ അർത്ഥമുള്ള മറ്റു വാക്കുകൾ സങ്കല്പിക്കാം എന്നർത്ഥം കേട്ടോ. അപ്പോൾ ലാബിത്തുൽ ഇസ്തിഗാലി, ഇസ്തിഗാലിന്റെ കൃത്യമായ ഡെഫിനിഷൻ, യതഖദ്ദമസ്മുൻ, ഒരു ഇസ്മ മുന്തി വരലാണ്, വയതഖറ അൻഹു ആമിലുൻ, എന്നിട്ടൊരു ആമിൽ പിന്തി വരലുമാണ്. ശഗല അനിൽ അമലി ഫീഹി ബിൽ അമലി ഫീ ളമീരിഹി മുലാബിസിഹി, ആ ഇസ്മിൽ അമൽ ചെയ്യാതെ അതിന്റെ ലമീറിലേക്കോ ആ ലമീറുമായി ബന്ധപ്പെടുന്ന മറ്റൊന്നിലേക്കോ അമൽ ചെയ്തുകൊണ്ട്. ഓക്കെ, ഇസ്മിൽ അമൽ ചെയ്യൂല, അതിന്റെ ലമീറിലോ ആ ലമീറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊന്നിലോ. അപ്പൊ ഇസ്മിൽ അമൽ ചെയ്യാതെ ലമീറിൽ അമൽ ചെയ്യാന്നുള്ളത് നമ്മൾ നേരത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. സൈദുൻ റഅയ്തുഹു, സൈദുൻ മറർതു ബിഹി, ഒക്കെ അങ്ങനെയാണ്. സൈദ് എന്നുള്ളത് മുന്നിൽ വരുന്നു, അതിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ ഹു അല്ലെങ്കിൽ ബിഹി എന്നുള്ളിടത്തുള്ള ഹി, അതൊക്കെ എന്താണ്, പിന്നെ അതിലേക്ക് മടങ്ങുന്ന ലമീറാണ്. അതിൽ ശേഷം വന്ന ഫീൽ അമൽ ചെയ്യുന്നു. പക്ഷേ മുലാബിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിവിടെ ശ്രദ്ധിക്കുക. സൈദുൻ അഅ്തൈതു ഇബ്നഹു റുമാനത്തൻ, സൈദുൻ സൈദ്, അഅ്തൈതു ഇബ്നഹു അവന്റെ മകന് ഞാൻ കൊടുത്തു, റുമാനത്തൻ ഒരു റുമാൻ പഴം കൊടുത്തു. നോക്കിയേ, ഇവിടെ സെയ്ദിലേക്ക് മടങ്ങുന്ന ലമീർ എവിടെയാണ് നമ്മൾ കാണുന്നത്? ഇബ്നഹു എന്നുള്ളതിലാണ് സെയ്ദിലേക്ക് മടങ്ങുന്ന ലമീർ ഉള്ളത്, അവന്റെ മകൻ. പക്ഷേ ആ ഇബ്നഹു എന്നുള്ളതിലെ ഹു എന്ന ലമീറിൽ ഡയറക്റ്റ് അഅ്തൈതു അമൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അഅ്തൈതു ഞാൻ കൊടുത്തു, ഇബ്ന അവന്റെ മകൻ, ഇബ്നഹു എന്ന് പറഞ്ഞാൽ അവന്റെ മകന് ഞാൻ കൊടുത്തു. അപ്പൊ ആർക്കാ കൊടുക്കുന്നത്? മകനാണ്. അപ്പൊ ഇബിൻ എന്ന പദത്തിലാണ് അഅ്തൈതു എന്നത് എന്ത് ചെയ്യുന്നത്? നസ്ബ് ചെയ്യുന്നത്. പിന്നെ റുമാനത്ത് എന്നുള്ളതിലുമാണ് അമൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്തില്ല? ഹു എന്നതിൽ ഡയറക്റ്റ് അഅ്തൈതു അമൽ ചെയ്യുന്നില്ല. പക്ഷെ ഹു മടങ്ങുന്നത് സെയ്ദിലേക്കാണ്. ആ ഹുവിനോട് ചേർന്ന് കിടക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണ് ഇബ്ന എന്ന പദം അല്ലെ. സെയ്ദിലേക്ക് മടങ്ങുന്ന ലമീറിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദമാണ് എന്ത്? ഇബ്ന എന്ന പദം. ആ ഇബ്നിൽ അഅ്തൈതു അമൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതും ഇഷ്തിഗാലിന് ഉദാഹരണമാണെന്ന് പറയാം. അപ്പൊ ഇഷ്തിഗാലിന് ഉദാഹരണമാവാൻ ഡയറക്റ്റ് ആ ഇസ്മിലേക്ക് മടങ്ങുന്ന ലമീറിൽ തന്നെ അമൽ ചെയ്യണമെന്നില്ല. ആ ലമീറിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വേറൊരു പദത്തിൽ അമൽ ചെയ്താലും മതി. അത് കിട്ടാനാണ് നമ്മൾ ഇതിന്റെ ഡയറക്റ്റ് അതിന്റെ ഡെഫിനിഷനിൽ മുലാബിസിഹി എന്ന് കൂടെ ചേർത്തത്. ഇനി പറയാനുള്ളത് വയുതറജ്ജഹു നസ്ബു ഫി മസാഹില, ഒരുപാട് സ്ഥലങ്ങളിൽ നസ്ബാണ് റാജിഹാവുക, നസ്ബാണ് കൂടുതൽ നല്ലത്. അത് പിന്നെ നോർമലി റഫാണ് നല്ലത്, കാരണം ഒരു ഇസ്മ ഫസ്റ്റ് വരുമ്പോൾ അത് മുബത്തതായിട്ടാണ് കാണേണ്ടത്. പക്ഷെ കുറെ സ്ഥലത്ത് നസ്ബാണ് നല്ലത് ഇങ്ങനെയുള്ള ഇഷ്തിഗാൽ വരുന്ന ജുംലകളിൽ. അപ്പൊ നസ്ബ് നന്നാകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? അതിൽപ്പെട്ട 2-3 നമുക്ക് പറയാനുണ്ട് പാഠത്തിൽ, ബാക്കിയുള്ളത് നമ്മൾ പറയുന്നില്ല. അപ്പൊ അതിൽ പെട്ടതാണ് മിൻഹ, അതിൽ പെട്ടതാണ് കൗനുൽ ഫിഅലിൽ മുതഅഖിരി അംറൻ വ നഹിയൻ വ ദുആൻ, ആ ശേഷം വരുന്ന ഫിഅല് ഒരു ഇസ്മ മുന്തി വന്നിട്ടുണ്ടാവും, ശേഷം വരുന്ന ഫിഅല് അംറോ നഹിയോ ദുആവോ ആവുക. വമിൻഹ, അതേപോലെ തന്നെ നസ്ബ് റാജിഹാകുന്നതിൽ പെട്ടതാണ് യകുനുൽ ഇസ്മു മുഖ്തറിൻ ബിആതിഫിൻ മസ്ബൂഖിൻ നിവൃത്തിൻ ഫീലിയ, ഒരു ഫീലിയായ ജുംലയുടെ ശേഷം വരുന്ന ആതിഫിനോട് ചേർന്ന് ഇസ്മ വരിക. ഒരു ഫീലിയായ ജുംലയുടെ ശേഷം വരുന്ന ആതിഫിനോട് ചേർന്ന് ഇസ്മ വരിക. ഫീലിയായ ജുംല നഹു ഖാമ സൈദുൻ, ഫീലിയായ ജുംലയായി ഖാമ സൈദുൻ. അതിന്റെ ശേഷം ഒരു ആതിഫ് വ, അതിന് ശേഷം ഇസ്മ വരിക ആ ആതിഫിനോട് ചേർന്നുകൊണ്ട് അംറൻ അക്രംതുഹു. ഇങ്ങനെ വരുമ്പോഴും ഇഷ്തിഗാലുള്ള സെന്റൻസ് അംറൻ അക്രംതുഹു എന്നുള്ള ഇഷ്തിഗാലുള്ള സെന്റൻസ് ഒരു ആതിഫിനോട് ചേർന്ന് വന്നിരിക്കുന്നു. ആതിഫ് എവിടെ വന്നിരിക്കുന്നത്? ഫീലിയാ ജുംലക്ക് ശേഷം. അപ്പോൾ അവിടെയും എന്തായി? നസ്ബാണ് റാജിഹ്. ഇപ്പൊ 2 കണ്ടീഷനായി. മൂന്നാമത്തെ കണ്ടീഷൻ കൂടുതലും ഫീലിൽ പ്രവേശിക്കുന്ന ഒരു അദാത്ത് ഇസ്മിന്റെ മുന്നിൽ പ്രവേശിക്കുക. കൂടുതലും ഫീലിൽ പ്രവേശിക്കുക, എപ്പോഴും ഫീലിൽ മാത്രമല്ല, കൂടുതലും ഫീലിൽ പ്രവേശിക്കുക. അങ്ങനെയുള്ള ഒരു അദാത്ത് മുന്നിൽ വന്നാൽ ആ ഇസ്മിന്റെ ഇടയിൽ നമുക്ക് ആ ഇസ്മിനെ നമുക്ക് നസ്ബ് ചെയ്യലാണ് കൂടുതൽ നല്ലത്. ഉദാഹരണം അസൈദൻ ദറബ്തഹു, അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം മാ സൈദൻ റഅയ്തഹു. ഇനി
ഫിയലിൽ മാത്രമേ പ്രവേശിക്കാറുള്ളൂ അങ്ങനത്തെ ഒരു അദാത്ത വരുന്നെങ്കിലോ, ഇത് കൂടുതലും ഫിയലിൽ പ്രവേശിക്കുന്നതാണെങ്കിൽ നസ്ബ് നല്ലത്. ഫിയലിൽ മാത്രം പ്രവേശിക്കുന്നതാണ് ഇസ്മിന്റെ മുന്നിൽ വന്ന് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നസ്ബ് നിർബന്ധമാണ്. ഇസ്മി ഇസ്മിന്റെ മുമ്പിൽ വന്നാൽ അദാത്തുൻ ഖാസത്തുൻ ബിൽ ഫിയലി, ഫിയലിൽ മാത്രം പ്രത്യേകമായി പ്രവേശിക്കുന്ന ഒരു അദാത്ത് വന്നാൽ, ഉദാഹരണം അദവാത്ത് ഷർത്ത് പോലെ, ഷർത്തിന്റെ അദാത്തുകളൊക്കെ ഫിയലിൽ മാത്രമേ വരുള്ളൂ. അങ്ങനത്തത് വന്നാൽ യജിബുൻ നസ്ബു, നസ്ബ് നിർബന്ധമാണ്. ഉദാഹരണം ഇൻ സൈദൻ റഅയ്തഹു ഫഅക്രിംഹു, ഇൻ സൈദൻ റഅയ്തഹു. അപ്പൊ സൈദൻ റഅയ്തഹു എന്നുള്ളതാണ് നമ്മുടെ ഇസ്തിഖാലുള്ള സെന്റൻസ്. പക്ഷെ അതിന്റെ മുമ്പിൽ ആ ഇസ്മിന്റെ കൂടെ ഇൻ എന്നൊരു അദാത്ത് കയറി വന്നു. ഈ ഇൻ എന്നുള്ള അദാത്തിന്റെ പ്രത്യേകത എന്താ? അത് ഫീൽഡിൽ മാത്രമേ വരാറുള്ളൂ. പിന്നെ ഇവിടെ ഇസ്മിന്റെ മുമ്പിൽ വന്നു കിടക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ഇൻ എന്ന് പറഞ്ഞതിന് ശേഷം സൈദുൻ എന്ന് പറയാൻ പാടില്ല. അവിടെ നസ്ബ് നിർബന്ധമാണ്. ഇനി ഈ ഇസ്മിൽ എന്താണ് ഫീലിൽ മാത്രം പ്രവേശിക്കുന്നത് വന്നാൽ നസ്ബ് നിർബന്ധമാണെന്ന് പറയുന്നത് പോലെ ഇസ്മിൽ മാത്രം പ്രവേശിക്കുന്നത് വന്നാലോ റഫ് നിർബന്ധമാകും. അവിടെ ഇസ്മിൽ പ്രവേശിക്കുന്നതല്ല പറഞ്ഞിരിക്കുന്നത്, ഇബ്തിദാ പ്രത്യേകമായ മുബ്തദയിൽ പ്രത്യേകമായി പ്രവേശിക്കുന്ന, മുബ്തദയിൽ മാത്രം പ്രവേശിക്കുന്ന ഒരു ഇസ്മാണ്, ഒരു അദാത്താണ് ഇസ്മിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എങ്കിൽ, ഉദാഹരണം ഇദൽ ഫുജായിയ പോലുള്ളവ, അതൊക്കെ വന്ന യജിബു റഫ്ഉഹു, അവിടെ ആ ഇസ്മിന് മുതഖദ്ദിമായ ഇസ്മിന് റഫ് കൊടുക്കലും നിർബന്ധമാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാൻ. ഇൻ മുൽമർ ഇസ്മിൻ സാബിഖിൻ ഫിഇലൻ ശഗല അൻഹു, ഒരു മുന്തി വന്ന ഇസ്മിന്റെ ലമീർ ഫിഇലിനെ ശുഗലാക്കി, അല്ലെങ്കിൽ ഫിഇൽ അതിനെ തൊട്ട് ശുഗലായി. ഒരു ഫിഇലിനേക്കാൾ മുമ്പ് വന്ന ഇസ്മിന്റെ ലമീർ ഫിഇൽ എന്താകുന്നു? അതിനെ തൊട്ട് ശുഗലാകുന്നു. ബിനസ്ബി ലഫ്ളിഹി അവിൽ മഹല്ലി, അതിന്റെ ലഫ്ളിലോ മഹല്ലിലോ നസ്ബ് ചെയ്യൽ കൊണ്ട്. അപ്പോ ലമീർ എന്ത് ചെയ്യുന്നു? പിന്നെ ലമീറിൽ അത് അമൽ ചെയ്യുന്നു, അല്ലാതെ അതിൽ അമൽ ചെയ്യാൻ കഴിയാതിരിക്കുന്നു. അങ്ങനെ വന്നാൽ ഫസാബിഖ, ആ മുന്തി വന്ന ഇസ്മിന് ഇൻസിബുഹു ബിഫഇലിൻ ഉദ്മിറ ഹത്മൻ, നിർബന്ധമായിട്ട് നമ്മൾ അവിടെ സങ്കല്പിക്കുന്നു. അവിടെ അത് നേരെ പറയാൻ പറ്റൂല, സങ്കല്പിക്കാൻ മാത്രം കഴിയുന്ന ഒരു ഫിഇൽ കൊണ്ട് ആ മുന്തി വന്ന ഇസ്മിന് നിനക്ക് എന്ത് ചെയ്യാം? നസ്ബ് ചെയ്യാം. മുവാഫിഖൻ ലിമാ ഖദ് ഉൽഹിറ, അവിടെ പറഞ്ഞിരിക്കുന്ന ഫീലിനോട് യോജിച്ച ഒരു കളയപ്പെട്ട ഫീൽ, പറഞ്ഞിരിക്കുന്ന ഫീലിനോട് യോജിക്കുന്ന വേറൊരു ഫീലിനെ സങ്കല്പിച്ചുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാം? ആ ഇസ്മിന് നസ്ബ് ചെയ്യാം. ഇനി ഈ പാഠത്തിൽ നമ്മൾ ലാബത്തുൽ ഇസ്തിഖാൽ പഠിക്കണം. അത് നമ്മൾ പറഞ്ഞല്ലോ, എന്താണ് എന്ന് പറയുന്ന ആ ഡെഫിനിഷൻ. പിന്നെ റഫുൽ ഇസ്മിൽ മുതഖദ്ദിമി അലാമ എന്നും ചോദിക്കുന്നുണ്ട്, യജിബു റഫുൽ മുതഖദ്ദിമി മത എന്നും ചോദിക്കുന്നുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. റഫ് എന്ത് അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? അലാമ എന്ന് ചോദിക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ്? അലാ അന്നഹു മുബ്തദഉൻ വൽ ജുംലതു ബഅദഹു ഖബർ എന്നാണ് ഉത്തരം, അല്ലെ? എന്നാൽ റഫ് നിർബന്ധമാണ് എപ്പോൾ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? എന്താണ്? ഇദാ തഖദ്ദമ അൽ ഇസ്മു അദാത്തുൻ ഖാസ്സത്തുൻ ബിൽ ഇബ്തിദാഇ എന്നതാണ് ഉത്തരം. സെയിം പാറ്റേണിൽ നസ്ബുൽ ഇസ്മിൽ മുതഖദ്ദിമി അലാമ എന്നും ചോദിക്കാം, യജിബു നസ്ബുൽ ഇസ്മി മത എന്നും ചോദിക്കാം. അപ്പൊ എന്താണ്? നസ്ബുൽ ഇസ്മിൽ മുതഖദ്ദിമി എന്ത് അടിസ്ഥാനത്തിലാണ്? അലാ അന്നഹു മഫ്ഊലു ആമിലിൻ മഹ്ദൂഫിൻ മുവാഫിഖൻ ലിൽ മദ്കൂരി ലഫ്ളൻ വ മഅനൻ. എന്നാൽ യജിബു നസ്ബുൽ മുതഖദ്ദിമി മത എന്ന് ചോദിച്ചാലോ ഇദാ തഖദ്ദമ അൽ ഇസ്മി അദാത്തുൻ ഖാസ്സത്തുൻ ബിൽ ഫിഅൽ. നസ്ബ് എന്ന് പറയുമ്പോൾ ഫിഅലിന്റെ ശേഷമാണ് ഇത് വരേണ്ടത് എന്നുള്ള ഒരു ഓർമ്മ വെക്കുക. പിന്നെ റഫ് ആവുമ്പോൾ ഇബ്തിദാ ആണ് എന്നുള്ളത് ഓർമ്മ വെക്കുക കേട്ടോ. പിന്നെ നസ്ബ് റാജിഹാകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ബയ്യനിലുള്ള ചോദ്യം. നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞു. ഫീൽ അംറോനെഹിയോ എന്താണ്? ഫീൽ അംറോനെഹിയോ ദുആ ആവുക, അല്ലെങ്കിൽ ഇസ്മ ഒരു ഫീലിയായ ജുംലക്ക് ശേഷമുള്ള ആറ്റിഫിനോട് ചേർന്നുകൊണ്ട് ഇസ്മ വരിക, അതുമല്ലെങ്കിൽ സാധാരണ കൂടുതലും ഫീലിൽ പ്രവേശിക്കാറുള്ള ഒരു അദാത്ത് ഇസ്മിന്റെ മുന്നിൽ വരിക. പിന്നെന്താണ്? അംസിലത്ത് എഴുതാനാണ്. റഫ് നിർബന്ധമാകുന്നതിന് ഒരു ഉദാഹരണം സ്വന്തമായിട്ട് എഴുതാൻ പറയുന്നുണ്ട്. ഇത് ടെക്സ്റ്റിൽ അതിന് ഉദാഹരണം തന്നിട്ടില്ല, കാരണം ഇത് ഇദൽ ഫുജായിയ പോലത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? അപ്പോൾ അവിടെ നമ്മൾ എന്താ ഉദാഹരണമായിട്ട് നമ്മൾ എന്താ എഴുതുക? നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണമൊക്കെ നമുക്ക് എഴുതാം. ഖറജ്തു ഫൈദാ സൈദുൻ യദ്രിബുഹു അംറുൻ. ഇനി നസ്ബ് നിർബന്ധമാകുന്നതിന് ഉദാഹരണം പറഞ്ഞാലോ, അത് ടെക്സ്റ്റിലുണ്ട്. ഇൻ സൈദൻ റഅയ്തഹു ഫാക്രിമു, അല്ലേ? ഇനി നസ്ബ് റാജിഹാകുന്നതിന് ഉദാഹരണം. നസ്ബ് റാജിഹാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആദ്യത്തതിൽ 3 കണ്ടീഷൻസും പിന്നെയുള്ള 2 കണ്ടീഷൻസും അടക്കം ഒരു 5 കണ്ടീഷനിൽ നമുക്കത് എഴുതാൻ പറ്റും. അമ്രാവുന്നതിന് ഉദാഹരണമുണ്ട്, നെഹിയാവുന്നതിനുണ്ട്, ദുആ ആവുന്നതിനുണ്ട്, ആത്തിഫിന് ശേഷം വരുന്നതിനുണ്ട്, പിന്നെ സാധാരണ കൂടുതലും ഫീലിൽ പ്രവേശിക്കുന്ന അദാത്ത് വരുന്നതിനും ഉണ്ട്. 5 ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചിട്ടൊന്ന് കണ്ടെത്തുക കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇൻ മുൽമർ ഇസ്മിൻ അവിടെ നോക്കിയിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.